നമുക്ക് വേദയുടെ വിക്രത്തിന്റെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. അപ്പം നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ വരാൻ പോകുന്ന ആഴ്ച വിക്രത്തെ നന്നാക്കാൻ തന്നെ വേദ തീരുമാനിച്ചു. അതിന് വേദ കച്ച കെട്ടി ഇറങ്ങി. വേദയ്ക്കറിയാം ഇത്തവണ എന്താണെങ്കിലും വിക്രം നേരെയാകുന്ന. മലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുക. മാല ചവിട്ടി വരുന്ന വിക്രം ഒരു പുതിയ മനുഷ്യരായിരിക്കണം. എല്ലാ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും വിക്രത്തെ രക്ഷിക്കണം. ശ്രീനിവാസന്റെ പിടിയിൽ നിന്നും രക്ഷിക്കണം. അതാണ് വേദയുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം. അപ്പം അതിനുവേണ്ടി വേദ പ്രയത്നിക്കാനായിട്ട് തുടങ്ങുകയാണ്. അതിൻ്റെ ആദ്യ പടി എന്നോണം അത് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. വീട്ടിലെ ചായ്പൊക്കെ പെയിന്റ് അടിക്കുകയാണ്. അങ്ങനെ പെയിന്റ് അടിക്കുന്ന സമയത്ത് വിക്രം വരുന്നുണ്ട്. വിക്രത്തിനൊരു സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു. പിന്നീട് വിക്രം അവരോടൊപ്പം കൂടി വേദയുടെ വിശ്വത്തിൻ്റെ ശ്രീജയുടെ ഒക്കെ കൂടി മുറിയൊക്കെ പെയിന്റ് അടിക്കുകയാണ്. അപ്പോൾ അത് കത്തിക്കരിഞ്ഞ് മുറിയായിരുന്നു. മൊത്തവും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അതൊക്കെ പെയിന്റ് അടിച്ച് നല്ല വൃത്തിയാക്കണം. നന്ദിനിക്ക് ഇതൊന്നും കണ്ടിട്ട് അങ്ങോട്ട് ഒട്ടും സഹിച്ചില്ല. കാരണം നന്ദിനിയുടെ വിചാരം എല്ലാ കാലത്തും അങ്ങനെ തന്നെ കിടക്കണമെന്നാ. പക്ഷേങ്കിൽ വേദ ഉള്ളിടത്തോളം കാലം അങ്ങനെയൊന്നും നടക്കില്ല എന്നുള്ള കാര്യം പിന്നീടാണ് നന്ദിനിക്ക് മനസ്സിലായത്. നന്ദിനി മാറി നിൽക്കുക. പക്ഷെ അങ്ങനെ നന്ദിനെ മാറ്റി നിർത്താനായിട്ട് വേദ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. വേദ നന്ദിനിയെ വിളിച്ചു. അവിടെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പെയിന്റൊക്കെ അടിച്ച് കഴിയുമ്പോൾ മുറിയിലെല്ലാം പെയിന്റൊക്കെ വീഴുമല്ലോ. നന്ദിനി അടുത്ത് വന്ന് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ പറയണം. ആദ്യമൊക്കെ മാറി എന്നെങ്കിലും വേദ വിട്ടില്ല. ഒടുവിൽ നന്ദിനിക്ക് വന്ന് കൂടേണ്ടതായിട്ട് വന്നു അവരോടൊപ്പം. അങ്ങനെ നന്ദിനിയും കൂടെ കൂടുകയാണ്. മുറുമുറുത്തോണ്ടാ ചെയ്യുന്നേ, വലിയ ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല. പിന്നീട് വിനായകനൊക്കെ വന്നു. അങ്ങനെ വിനായകനും വിഷു എല്ലാവരും കൂടെ കൂടിയിട്ട് അപ്പോൾ കുറേ ഫർണിച്ചറുകളും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് മാറി കിടപ്പുണ്ടായിരുന്നു. അത് മാഷ് പറഞ്ഞായിരുന്നു അതൊക്കെ കഴിപ്പെറുക്കി ആ മുറിയിൽ കൊണ്ട് ഇട്ടോളാൻ പറഞ്ഞു. വലിയ കട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നാളും ഒരു കുഞ്ഞു കട്ടിലായിരുന്നു വിക്രം കിടന്നുകൊണ്ടിരുന്നത്. ഒരാൾക്ക് തന്നെ കഷ്ടിച്ച് കിടക്കാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ വലിയ കട്ടിലൊക്കെ കിട്ടി കിടക്കാനായിട്ട്. അങ്ങനെ അതെല്ലാം മുറിയിൽ കൊണ്ടിട്ട് ഒരു പുതിയ മുറിയാക്കി എടുക്കണം. അത് വിക്രത്തിന് അത് കണ്ടപ്പോൾ സന്തോഷം തോന്നി. ഇത്രയും നാളത്തെ പോലെയല്ല, തൻ്റെ മുറി തന്നെ ആയിരുന്നോ എന്ന് പോലും വിക്രം ചിന്തിച്ചു പോയി. ആകെപ്പാടെ അലങ്കോലപ്പെട്ട് കിടക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. വേദ പറഞ്ഞു ഒരു സാവി കിടക്കുന്ന മുറിയാ, നല്ല വൃത്തിയും വെടിപ്പും എല്ലാം വേണം എന്നൊക്കെ വേദ പറഞ്ഞു. പിന്നീട് വിക്രം എല്ലാ ദിവസവും വിളക്കൊളുത്തി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ വേദയോടൊപ്പം ക്ഷേത്രത്തിലേക്കൊപ്പം പോകാൻ തുടങ്ങി. അങ്ങനെ കുടുംബത്തിൽ തന്നെ മൊത്തത്തിലൊരു സന്തോഷ സമാധാനമൊക്കെ കൈവന്നു. അപ്പം വിക്രത്തിനൊരു കാര്യം മനസ്സിലായി. കാരണം താൻ മലയ്ക്ക് പോകാൻ മാലയിട്ടതിന് ശേഷം എല്ലാവർക്കും ഇപ്പോൾ സന്തോഷം വന്നു. അത് വേദയുമായിട്ട് പങ്കുവെക്കാനും തുടങ്ങി. വേദയോട് പറഞ്ഞു എനിക്കറിയാം ഇപ്പോൾ ഈ കുടുംബത്തിലെല്ലാവരും ഭയങ്കര സന്തോഷത്തിലും സമാധാനത്തിലുമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ ഒരു കാരണവശാലും വിനായകൻ്റെ കാര്യം പറയരുത്. വിനായകൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം അതായിരിക്കും. അച്ഛനും അമ്മയ്ക്കും നല്ല വിഷമമാവും. പക്ഷെ വേദ സമ്മതിച്ചില്ല. അതെ, വിക്രസ്വാമി മലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുമല്ലേ, മലയ്ക്ക് ചവിട്ടി തിരിച്ചു വന്നു കഴിയുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും അതിനെക്കുറിച്ചൊക്കെ പറയും. എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ മുന്നിലെങ്കിലും ആ കാര്യങ്ങളൊക്കെ പറയണം. വിക്രസ്വാമി നിരപരാധിയാന്ന് പറയുകയും ചെയ്യണം. വേദ പ്ലീസ് പറയലെന്നൊക്കെ പറയണം. അപ്പോഴേക്കും വേദ പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, ശ്രീനിവാസനുമായിട്ട് യാതൊരു ഇത് കൂട്ടുകെട്ടിലും പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ അതങ്ങനെ പെട്ടെന്ന് വിക്രത്തിന് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. വേദയ്ക്കറിയാം അത്. അതുകൊണ്ടാണ് വേദ പറയുന്നത് തന്നെ ഇത്. കാരണം വിക്രം അംഗീകരിക്കില്ലെന്ന് പറയാം. പെട്ടെന്ന് അയാളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല വിക്രത്തിന്. പക്ഷെ ഒരു പരിധി വരെ വേദയ്ക്ക് വിക്രത്തെ പിടിച്ചു നിർത്താനായിട്ട് സാധിച്ചു. മലയ്ക്ക് പോകാൻ മാറിയിട്ടതും കൂടെ കൊണ്ട് വിക്രം അധികം അങ്ങോട്ട് ശ്രീനിവാസന്റെ അടുത്തേക്ക് പോക്കുന്നില്ല. കാരണം ഇപ്പോൾ പഴയ പോലെ ഗുണ്ടാപ്പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് വേണ്ടി ഗുണ്ടാപ്പിരിവ് നടത്താനും പോകാൻ പറ്റില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കേട്ടോണ്ട് നിൽക്കാനേ പറ്റുള്ളൂ. തിരിച്ചെതിർത്തൊന്നും പറയാനും പറ്റില്ലല്ലോ. അങ്ങനെ കുറച്ച് ദിവസം ഭയങ്കര സന്തോഷമായിട്ട് കഴിഞ്ഞു പോകണം. അപ്പോഴേക്കാണ് അച്ചമ്മ വരുന്നത്. അച്ചമ്മ കുറേ ദിവസമായിട്ടില്ലായിരുന്നു, ബാംഗ്ലൂർക്ക് പോയേക്കുമായിരുന്നു. അങ്ങനെ വേറൊരു മോനുണ്ട് ഗംഗാധരൻ, അവൻ്റെ അടുത്തേക്ക് പോയേക്കുമായിരുന്നു. അങ്ങനെ അച്ചമ്മ വരുക. അച്ചമ്മയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം വേദയ്ക്ക്. കാരണം വേദയുടെ വലം കൈയാണ് അച്ചമ്മ. വേദ എന്ത് കാര്യം ഉണ്ടെങ്കിലും അച്ചമ്മയോട് വരെ ഷെയർ ചെയ്യുകയും ചെയ്യുന്ന. അച്ചമ്മ വന്നു കഴിഞ്ഞപ്പോൾ അച്ചമ്മനെ പോയി കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കിടുക. പക്ഷേ നന്ദിനിക്ക് ഇടിവെട്ടേറ്റ പോലെയായി. നന്ദിനിക്ക് അച്ചമ്മയെ കാണത്തില്ല. കാരണം അച്ചമ്മ വന്ന നന്ദിനിയെ അടക്കിയിരുത്തില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കണം. നന്ദിനിയുടെ കള്ളപ്പണിയൊന്നും നടക്കില്ല. അല്ലെങ്കിൽ നന്ദിനി ഫോണൊന്ന് കണ്ടുകൊണ്ടിരിക്കും, അല്ലെ പോയി TV കണ്ടുകൊണ്ടിരിക്കും. ബാക്കി എല്ലാവരും അടുക്കള ജോലി ചെയ്യുന്ന സമയത്ത് നന്ദിനി അങ്ങനെയായിരിക്കും. പക്ഷേ ഇപ്പം നല്ല മാറ്റവും കാര്യങ്ങളും വന്നു. അച്ഛമ്മ വന്നാൽ പിന്നെ നന്ദിനിക്ക് അത് പറ്റില്ല. അപ്പം അതിൻ്റെതായ ഒരു മുറിവുറുപ്പ് നന്ദിനിക്ക് ഉണ്ടായിരുന്നു. അച്ഛമ്മ മാഷിൻ്റെ പിറന്നാളും കൂടെ ആയിരുന്നു, അതും കൂടെയാണ് വന്നത്. അങ്ങനെ പിറന്നാളായതുകൊണ്ട് അച്ഛമ്മ ഒരു കാര്യം തീരുമാനിച്ചു, കേക്കൊക്കെ കട്ട് ചെയ്യണമല്ലോ. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇരട്ടി സന്തോഷം. മാലയിട്ടിരിക്കുമല്ലേ വിക്രം.
അച്ചമ്മയ്ക്ക് സന്തോഷമായി. അച്ചമ്മ വേദയെ വിളിച്ചുകൊണ്ട് പോയി സ്പെഷ്യലായിട്ട് കൺഗ്രാസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. മോളുടെ കഴിവിനെ ഞാൻ സംഭവിച്ചു തന്നിരിക്കുന്നു. എങ്കിലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല കേട്ടോ, ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സെറ്റാവുന്നു. അല്ലെങ്കിൽ നീ മിടുക്കി കുട്ടിയാന്ന് എനിക്ക് അറിയാമെന്ന് പറയാണ്. അങ്ങനെ മാഷിൻ്റെ പിറന്നാളൊക്കെ ആഘോഷിക്കാൻ തീരുമാനിച്ചു. അവർ കേക്കൊക്കെ കട്ട് ചെയ്യണം. മാഷ് കേക്കൊക്കെ കട്ട് ചെയ്തു. എല്ലാവർക്കും സന്തോഷം. ഇതുവരെ അങ്ങനെ ആഘോഷിച്ചിട്ടൊന്നുമില്ല. മാഷിനൊരു താല്പര്യമുള്ള കാര്യമായിരുന്നില്ല ഇങ്ങനെ ആഘോഷമൊക്കെ. ഇതിനു മുമ്പ് വെഡിങ് ആനിവേഴ്സറി വെക്കുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതാ. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. മാഷിൻ്റെ മനസ്സിൽ സന്തോഷം കളിയാടുക. കമലയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ തവണ മലയ്ക്ക് പോകാൻ മാല ഇട്ടിട്ടുണ്ട് വിക്രം. ഉറപ്പായിട്ട് മലയാട്ടി വന്നു കഴിയുമ്പോഴത്തേനും അവൻ ആ മാഷിൻ്റെ പഴയ ആ മകൻ തന്നെ ആവുമെന്ന് ആ ഒരു വിശ്വാസം മാഷിലും ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛമ്മയും വേദയും കൂടെ വിക്രത്തെ കൂടി സംസാരിക്കുന്നുണ്ട്. വിക്രത്തെ എങ്ങനെയൊരു ശ്രീനിവാസന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കണം, പിന്നെ അച്ഛനും മോനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം. അതിന് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ അച്ഛമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മുമ്പ് എങ്ങനെയായിരുന്നു വിക്രവും മാഷും തമ്മിലുള്ള കാര്യമൊക്കെ അച്ഛമ്മയ്ക്ക് നന്നായിട്ടറിയാം. അവർ തമ്മിലുള്ള കൂട്ടുകെട്ടിൻ്റെ ഒരു ചില അടിസ്ഥാന കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വേദയ്ക്ക് ഓരോ ടിപ്സുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരെ രണ്ടുപേരും അടുപ്പിക്കാനായിട്ട് ഒരു കാര്യം ചെയ്താൽ മതി എന്നൊക്കെ. എല്ലാം കേട്ടും വേദയ്ക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അച്ഛമ്മയും കൂടെ ഉള്ളതുകൊണ്ട് വേദയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് സങ്കടവും കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്ത് വന്നാലും തന്നോടൊപ്പം നിൽക്കാനായിട്ട് അച്ഛമ്മയുണ്ടല്ലോ. ഈ പറയുന്ന ശ്രീനിവാസനാണെങ്കിലും വാസവനാണെങ്കിലും ആരാണെങ്കിലും ശരി, അച്ഛമ്മ തനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവരെ പോലെ അല്ല അച്ഛമ്മ. അച്ഛമ്മയ്ക്ക് ഇച്ചിരി ധൈര്യവും കാര്യങ്ങളും ഇച്ചിരി കൂടുതലാണ് താനും. അച്ഛമ്മ എപ്പോഴും പറയുകയും ചെയ്യും മാഷിനോട്, നീ എൻ്റെ വയറ്റിൽ തന്നെ പറഞ്ഞല്ലോ, നീ ഇങ്ങനെ ഒരു പേടിച്ചു തോന്നായി പോയല്ലോടാന്നൊക്കെ പറയുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ പതിവ് പോലെ തന്നെ വേദയും വിക്രവും കൂടെ ക്ഷേത്രത്തിൽ പോയി. അങ്ങനെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു. മനോഹരി വേദ പ്രാർത്ഥിച്ചു വിക്രത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് അവരെ കുറേ സമയം സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ആ കാഴ്ചകളെ കാണുമ്പോൾ അച്ചമ്മയ്ക്ക് സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ ഈ സമയത്ത് ശ്രീകാന്തും വാസവനും തമ്മിൽ ഒന്നിക്കുവാണ്. കാരണം ശ്രീകാന്തിന്റെ മനസ്സിൽ എങ്ങനെയും വിക്രത്തിനെ തകർക്കണമെന്നൊരു ചിന്തയുള്ളൂ. വേദയെ തിരികെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ അച്ഛൻ തന്റെ സ്വത്തുക്കളൊക്കെ അവൾക്ക് എഴുതി വെക്കുന്ന സമയത്ത്, അവളുടെ ഓഹരി എഴുതി വെക്കുന്ന സമയത്ത് അത് വിക്രം കൂടെ അത് അനുഭവിക്കും. അതൊരു കാരണവശാലും പാടില്ല. അവളെ അവിടെ നിന്ന് കൊണ്ടുവരണം. അതിനു വേണ്ടി ചില തന്ത്രങ്ങളൊക്കെ മെനയാണ്. വാസവനുമായിട്ട് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞ കണക്ക് വാസവനെ പോയി കാണുവാണ് ശ്രീകാന്ത്. ശ്രീനിവാസനെ കണ്ടിട്ട് കാര്യം നടന്നില്ല. അതിനാണ് വാസവനെ പോയി കാണുന്നത്. വാസവനെ കണ്ടിട്ട് കാര്യങ്ങൾ പറയണേ. എങ്ങനെയെങ്കിലും രക്ഷിക്കണം, കാരണം എന്നെ രക്ഷിക്കണം. അത് കേട്ട് ഞാൻ വാസന ചോദിച്ചു, നിങ്ങളെ രക്ഷിക്കാനോ? അല്ല, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാനും വിക്രവും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വാസവൻ പറഞ്ഞു, എന്താ ചെയ്യേണ്ടതെന്ന് നീ പറഞ്ഞാൽ മതി എന്ന് പറയണം. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു, എനിക്ക് അവനെ ഒഴിവാക്കി തരണം എന്ന് പറയാം. എങ്കിൽ ശരി, ഏറ്റു. ബാക്കി കാര്യങ്ങളൊക്കെ ഏറ്റു. അപ്പം മലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുമല്ലേ. അപ്പം മലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുന്നതുകൊണ്ട് വിക്രം ഇപ്പം എതിർത്തൊന്നും ചെയ്യത്തില്ല എന്നറിയാം. ഗുണ്ടാപ്പണി ചെയ്യാൻ പറ്റുമല്ലോ മലയ്ക്ക് പോകാൻ മാലയിട്ടെന്ന്. നോയം പാടില്ലോ, കഠിന വ്രതം എടുത്തല്ലേ മലയ്ക്ക് പോകാൻ മാല ഇടുന്നേ. മലയാവിടുമ്പം നല്ല വ്രതവും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പം ഇത് തന്നെയാണ് പറ്റിയ അവസരം അവനെ തീർക്കാനുള്ളത്. അതിൻ്റെ കാര്യം ചെയ്യാം. അതിന് പറ്റിയ ആൾക്കാരൊക്കെ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. ധൈര്യമായിട്ട് പോയിക്കോ ശ്രീകാന്തെ. രണ്ടുപേർക്കും ഗുണമാണ്. വിക്രത്തോട് വാശിയും വൈരാഗ്യവും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു വാസവന്. അപ്പം അത് മനസ്സിൽ കിടക്കുമല്ലേ. പോരാത്തതിന് ശ്രീകാന്തിന് വിക്രത്തെ ഒഴിവാക്കണമെന്നുണ്ട്. തൻ്റെ പെങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് തൻ്റെ പെങ്ങളുടെ ജീവിതം തകരുന്നതെന്നും അവൻ ചിന്തിച്ചില്ല. അവന് പണമാണ് മുഖ്യം. അതിന് വേണ്ടിയിട്ടാണ് അവൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത്. അങ്ങനെ വാസവനുമായിട്ട് ചില ഡീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നീട് വാസവൻ ഗുണ്ടാഭിലാഷിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം വിക്രത്തിൻ്റെ കാര്യം. ഗുണ്ടാഭിലാഷും വിക്രവും പണ്ടേ ചേരുന്നതല്ല. അവനൊരു തക്കം നോക്കിയിരിക്കുമായിരുന്നു വിക്രത്തിനെ പിടിക്കാനായിട്ട്. പക്ഷെ ഇതൊന്നും വിക്രമോ വേദ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതേപോലെ ക്ഷേത്രത്തിലേക്ക് പോയി രണ്ടുപേരും കൂടെ ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അവരൊരാളുണ്ട്. ആലിൻ്റെ ചോട്ട് വന്നിരിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ പുറത്ത്. അങ്ങനെ സംസാരിച്ചിരുന്നു. വിക്രത്തിന് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട്, തൻ്റെ കോളേജ് ലൈഫിനെ കുറിച്ചും പഴയ കാര്യങ്ങളൊക്കെ കുറിച്ചും. വേദയ്ക്ക് അത് കേൾക്കാനായിട്ട് വേദയ്ക്കും ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഗുണ്ടാഭിലാഷും കൂട്ടിന് അങ്ങോട്ടേക്ക് പതുങ്ങി വരുന്നത്. പക്ഷെ വേദയും വിക്രം ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. വേദ പറഞ്ഞു, ഞാൻ പ്രസാദം വാങ്ങിച്ചിട്ട് ഇപ്പം വരാമെന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് വിക്രം അവിടെ ഇരിക്കുകയാണ്. ആ സമയത്താണ് അവിടേക്ക് ഗുണ്ടാഭിലാഷും കൂട്ടരും വരുന്നത്. പെട്ടെന്നുള്ള ആക്രമണമായതുകൊണ്ട് വിക്രത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വേദ തിരിച്ചു വരുമ്പോഴത്തേനും കാണുന്ന കാഴ്ച വിക്രത്തെ അവിടെ ഇട്ട് തല്ലി ചതയ്ക്കുന്നതാണ്. വേദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഒരു നിമിഷം വേദം ഞെട്ടിപ്പോയി. പിന്നീട് വേദം നോക്കിക്കഴിയുമ്പോഴത്തേനും അഭിലാഷ് എന്ത് ചെയ്യുവാണ്, കയ്യിലിരുന്ന കത്തിയെടുത്തിട്ട് അവനെ വെട്ടാനായിട്ട് വരുവാണ്. ഒട്ടും മടിച്ചില്ല. വിക്രത്തിന് ദേഹത്തേക്ക് ചാടിക്കിടന്ന വേദ. കാരണം
വെട്ടുകൊള്ളുവാണെങ്കിൽ തനിക്കിട്ട് ആദ്യം കൊണ്ടോട്ടെ, അതിനുശേഷം വിക്രത്തിന് എന്ത് സംഭവിക്കാൻ പാടുള്ളൂ. ഒരു നിമിഷം ഗുണ്ടാഭിലാഷ് ഞെട്ടിപ്പോയി. കാരണം വേദ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പണി പാളും. വിക്രമാണ് ടാർജറ്റ്. വേദ തിരിഞ്ഞു നിന്നങ്ങോട്ട്. വേദ എരിഞ്ഞിട്ടുണ്ട്. ചുണയുണ്ടെങ്കിൽ വെട്ടറാന്ന് പറഞ്ഞു. നിനക്കൊക്കെ വെട്ടണമെങ്കിൽ എൻ്റെ ദേഹത്ത് ആദ്യം കത്തി വെച്ചതിന് ശേഷം വിക്രത്തെ തൊടാൻ പറ്റുള്ളൂ എന്ന് പറയണം. അപ്പോഴേക്കും ആൾക്കാരൊക്കെ ചുറ്റും കൂടി. അപ്പം വിക്രത്തിന് കുറേ തല്ലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ആൾക്കാരെ കൂടിക്കഴിഞ്ഞപ്പോഴത്തേനും അവന്മാർ ഓടുവാണ്. ഈ സമയം വിക്രത്തെ പതുക്കെ വേദ പിടിച്ചെഴുന്നേപ്പിച്ചു. വേദയ്ക്ക് ഭയങ്കര സങ്കടമായി. ആദ്യമായിട്ട് കുറ്റബോധം തോന്നി. താനാ കാരണമാണല്ലോ, താൻ പറഞ്ഞിട്ടാണ് വിക്രം മാല ഇട്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണല്ലോ വിക്രത്ത് ഇങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചിരിക്കുന്നത്. വല്ലാത്ത സങ്കടമായി. വിക്രത്തോട് മാപ്പുറം ചെയ്ത് ഞാൻ കാരണമുള്ള വിക്രം ഇങ്ങനെയൊക്കെ സംഭവിച്ചേ, അല്ലായിരുന്നെങ്കിൽ സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വിക്രത്തിന് ശരിക്കും നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വിക്രത്തെയും കൂട്ടിക്കൊണ്ട് വേദ വീട്ടിലേക്ക് വരുവാണ്. ഒരു ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങി. അങ്ങനെ നടക്കുമ്പോഴത്തേനും വിക്രത്തിന് കാല് നിലത്തൂത്താൻ പറ്റില്ല. വിക്രം വീഴാൻ തുടങ്ങിയപ്പോഴത്തേനും വേദ വിക്രത്തെ താങ്ങി പിടിക്കുകയാണ്. വേദയുടെ തോളിലേക്ക് കൈയിട്ട് വരുന്നേ. അങ്ങനെ ആ കാഴ്ച കണ്ടപ്പോഴത്തേനും കമലേക്ക് ഓടിച്ചെന്നു. പിന്നീടാണ് കാര്യങ്ങളൊക്കെ അറിയണേ. എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ടെൻഷനായി. പിന്നെ വേദ പറഞ്ഞ് സാരമില്ല എന്നൊക്കെ പറഞ്ഞ് വേദ കമലേനെയൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു മാഷിന്. ഇത്രയൊക്കെ ആയിട്ടും അവൻ തിരിച്ചൊന്നും ചെയ്തില്ല. മലയ്ക്കും അവൻ മാല ഇട്ടിരിക്കുവാണല്ലോ. അപ്പം നല്ല മാറ്റമുണ്ട്. വേദയ്ക്കും ആ കാര്യം ഉറപ്പായിരുന്നു. പക്ഷെ ഇത് ചെയ്തത് ഗുണ്ടാഭിലാഷാണ്. പക്ഷെ ചെയ്യിച്ചത് വാസവനാണോ തൻ്റെ ചേട്ടനാണോ എന്നൊരു സംശയം വേദയിൽ ഉടലെടുക്കുകയാണ്. അങ്ങനെയാണ് ഒന്നിനും വെറുതെ വിടാൻ പാടില്ല എന്ന് ചില തീരുമാനങ്ങളെടുത്തു. തൻ്റെ ചേട്ടനാണെങ്കിൽ എത്ര വലിയവനാണെങ്കിലും ശരി താൻ വെറുതെ വിടത്തില്ല, അത് തൻ്റെ ചോരയാണെങ്കിൽ പോലും എന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.